ഹലോ ഗൈസ്, അതിന് നമ്മൾ യസൂക്ക ഓഫീസിനെ പൊട്ടിക്കുന്നത് ഒരു പട്ടാളക്കാരായ മോളാണ്, ഒരു സ്പെഷ്യൽ പട്ടാളക്കാരാണ്. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം ഇതിലുണ്ടോ. ഫെയറി ഏഞ്ചലൊക്കെ ഉണ്ട്, കുറേ എണ്ണം ഉണ്ട്. ഇതാണ് നമുക്ക് ഒരു ഗണ്ണുണ്ട്, ഗണ്ണും പിന്നെ ഒരു വാളാണ് മെയിന്. വാൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പൊട്ടിക്കുമ്പോൾ വരെ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്താലും കറക്റ്റ് ടാർഗറ്റ് ഇട്ടിട്ട് ഷൂട്ട് ഇങ്ങനെ വിട്ടോണ്ട് ലാൻഡിൽ അറ്റാക്ക്. ഇങ്ങനെയാണോ ഇതൊക്കെ? അടുത്ത ഇനിയും ടാസ്ക്കാണ്. നമുക്കൊന്ന് ബുള്ളറ്റ് കൊടുത്ത് ഒരു ഷൂട്ടുണ്ട്. എല്ലാം ഇവരുണ്ട്. പിന്നെ ഇവരിങ്ങനെ കൊന്നാൽ പിന്നെ സുഖമായിട്ട് കൊല്ലാം. നമുക്ക് വരെ വേഗം ഡിഫീറ്റ് ചെയ്ത് വെക്കാം. എന്നാൽ പിന്നെ ചാലഞ്ച് കംപ്ലീറ്റ് ആയില്ല. കുറേ എണ്ണത്തിന് ഡിഫീറ്റ് ചെയ്ത് ഉണ്ടാകും. പിന്നെ കുറേ ബോസ് പുറത്തോട്ട് പോകാം. ബോസിനെ ഡിഫീറ്റ് ചെയ്താൽ സുഖമായി. ബോസിനെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഈ ഫൈറ്റിന് നമുക്ക് ചെയ്യാം. ബോസിനെ അറ്റാക്ക് ചെയ്യലാണ്. ബോസ് താഴെ ഉണ്ടാകും. ഓക്കെ ആൻറ്റി, ആ ബോസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലി നമുക്കൊന്ന് പൈസയും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. ഇത്രയേ ഉള്ളായിരുന്നു. ഈ ഗൺസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാം. അടുത്തത് നല്ല ടാസ്ക് ഉള്ളതാണ്. പെട്ടെന്ന് കഴിഞ്ഞു പറഞ്ഞുതരാം. ചിലപ്പോൾ കഴിഞ്ഞുള്ളൂ. ഈ ലിറ്റിൽ ബോയ് ലിറ്റിൽ ഗേൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇതിലുള്ള ക്യാരക്ടേഴ്സാണ്. നിങ്ങൾക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പം. ഇതിൽ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം.
ലിറ്റിൽ ബോയ് ലിറ്റിൽ ഗേളിനെ മെയിനായിട്ട് പാർക്കിലാണ് കളിക്കാം. അപ്പോൾ വരുന്ന പാർക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. അറ്റാക്ക് ചെയ്താൽ നല്ല സുഖം ഉണ്ടാകും. ഇവരെങ്ങനെയാണ് ഡിഫീറ്റ് ചെയ്യാം? കുഴപ്പം കുട്ടികൾ ഇങ്ങനെ എനിക്കൊന്ന് സാധിക്കില്ല. കുട്ടികളെ ഡിഫീറ്റ് ചെയ്യാൻ ടാസ്ക്. സ്വന്തം ഹട്ട് മുകളിലോട്ടേക്കാ ചൂട്ടുന്നത്. ഇപ്പോൾ പെട്ടെന്ന് എത്തും. നമുക്ക് സ്ക്രീനായിട്ട് ഒന്ന് പോയാൽ എന്താ അവിടെ നടക്കണമെന്നൊക്കെ. അപ്പം ഇന്ന് ഞാൻ കണ്ടത് വെച്ചാൽ സനുവിന് എന്തോ പറ്റിയെന്നാണ് പറഞ്ഞത്. ഒന്ന് പോയി നോക്കിയേക്കാം. ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട്. ആംബുലൻസ് എടുക്കട്ടെ ചോദിച്ചു നോക്കാം. പക്ഷേ എങ്ങനെയെന്നാണ് കുഴപ്പം. ആംബുലൻസിലൊന്നും അങ്ങനെ കൊണ്ടുപോകാനില്ല എന്നൊരു കാര്യം ചെയ്യാം. നമുക്ക് ജെറ്റ് പാക്ക് എടുത്തു കൊണ്ടുപോകാം. ഇവിടെ ആണ് ഹോസ്പിറ്റലിൻ്റെ അടുത്തല്ലേ, ഇവിടെ ഒന്നാ ഉണ്ടാവും. ഇതവരെ വീടാണ്. ഇത് അവരെ വണ്ടിയല്ലേ. അപ്പം ഇവരെവിടെയെന്ന് നോക്കിയേക്കാം. എന്തിനാ ഫൈറ്റ് ചെയ്യണ ചോദിച്ചേക്കാം. വെറുതെ ഫൈറ്റ് ചെയ്യേണ്ട അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യില്ല. ഇവരെന്താ ഫോളോ ചെയ്യണ അറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും കൊണ്ടുപോകാം. നമുക്ക് ഒന്ന് രക്ഷപ്പെടാം. ഈ വണ്ടി വെച്ചാൽ അവർ വിളിക്കും. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പോകാം. ഈ സാധനം മനുഷ്യൻ്റെ പിന്നാലെ പോയിരുന്നുണ്ട്. വണ്ടി എങ്ങനെ ഓടിക്കുന്ന അറിയില്ല. ഞാൻ ഈ സാധനത്തിനായിട്ട് ആംബുലൻസിലേക്ക്
അങ്ങനെയാണ് നമ്മൾ ആംബുലൻസ് കൊണ്ടുപോകാം. സാധനത്തിൽ എന്ത് കത്തിക്കാനാണെന്നറിയില്ല, വെറുതെ അറ്റാക്ക് ചെയ്യാം. നമ്മളിവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്നു. ഈ വണ്ടി തന്നെ ഓരോ പ്രശ്നമാണ്, തീരെ സേഫല്ല. ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം ഏറ്റവും നല്ലത് എനിക്കും തോന്നുന്നത് ഈ ഹെലികോപ്റ്റർ എടുക്കണം. ഹെലികോപ്റ്ററല്ല, മറ്റേ യസുക്കി ഓഫീസിൽ പോവാം നമുക്ക്. എന്നിട്ട് ആ വണ്ടി എടുക്കാം. ഇവരൊക്കെ പോയോ? എന്നാൽ സുഖമായി. ഞാൻ വിചാരിച്ചു ഇനി ഇവരെയും ഡിഫീറ്റ് ചെയ്തിട്ട് പോകാമെന്നാണ്. അപ്പോൾ പൈസ ഒക്കെ അവൻ എടുത്തിക്കണം. എന്നാൽ പിന്നെ നമുക്ക് തീർത്തേക്കാം. കാരണം അത്ര ഈ യസുക്കി ഓഫീസിൽ പൊട്ടിച്ചിട്ട് ഇത് പൊട്ടിക്കാൻ കഴിയില്ല പറഞ്ഞാലും. അല്ല, യസുക്കി ഓഫീസിനെ കൊന്ന ആൾക്കാരെ കൊന്നതിനെ കൊണ്ട് ഇവരെന്തിനു ചെയ്യുമെന്ന് അറിയില്ല. അറ്റാക്ക് ചെയ്യാൻ വന്നിട്ട് പോവുകയാണ്. ഇവിടെ ഒരു പോലീസിനെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകണമല്ലോ. ഈ പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്തല്ലേ, ഇതൊരിക്കലും ഡിഫീറ്റ് ചെയ്യാനില്ല. പോലീസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്താ. ഇപ്പം പോലീസ് വരെ വന്നു. ഇപ്പോൾ ടാസ്ക് ഇപ്പോൾ പോലീസും കൂടി വന്നപ്പോൾ കുറച്ച് പണിയുള്ള സംഭവം. കുറേ പോലീസുകൾ വരുന്നുണ്ട്. ഇതിലൂടെ ഇങ്ങനെ പോയി അറ്റാക്ക് ചെയ്തിട്ടും കാര്യമില്ല, ഇവിടെ കിട്ടില്ല. ഒരു വണ്ടി തകർത്ത് അടുത്ത വണ്ടി പോവാം. ഇതിലേക്ക് അടുത്തതിനെ പൊട്ടിക്കണം. ഓക്കെ, 2 വണ്ടീനെ പൊട്ടിച്ച്. ഇനി ചെറിയ വിഷയം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതെത്ര ചെയ്തിട്ടൊന്നുമില്ല. ഏതായാലും നമുക്ക് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ചാനൽ ചെയ്യുമ്പോൾ പ്രാന്ത് പിടിച്ചിരിക്കണം. ഏതായാലും നമുക്ക് പോവാം. ബൈ.